ഹലോ. ഇത് ഞങ്ങൾ അബുദാബിക്ക് പോയ വീഡിയോ ആണേ. ഞങ്ങളത് ഇടാനായിട്ട് കുറച്ച് താമസിച്ചു പോയി. അതാണ്. ഒന്ന് എഡിറ്റ് ചെയ്യാനും ഒക്കെ പിള്ളേരുമായിട്ട് അത് പാടായതുകൊണ്ടാണ്. പിള്ളേർ വഴക്ക്, അവർ കുഞ്ഞുങ്ങളല്ലേ, അവരെ ഇട്ടുകൊണ്ട് ഇതൊക്കെ ചെയ്യാനൊരു സമയക്കുറവ് വന്നതുകൊണ്ടാണ് ഇത് ഇടാഞ്ഞത്. പിന്നെ മമ്മിക്ക് ഡ്യൂട്ടി, പപ്പായ്ക്ക് ജോലി അങ്ങനെ ആയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ വൈന്നവാടാണ് പോകുന്നത് ഉച്ച കഴിഞ്ഞ്. അപ്പം അവിടെ ടോൺസി മമ്മിയുടെ ആങ്ങളെയും നാത്തൂനും കൂടെ ജോലി കഴിഞ്ഞ് വരണം. എന്നാലും ഞങ്ങൾ ആ സമയമാകുമ്പോൾ ഞങ്ങളങ്ങ് ചെന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ വൈന്നവാട് ഇറങ്ങി. അവർക്കും ഡ്യൂട്ടിയുണ്ട്. ഞങ്ങൾ ഇവിടെ ഇവർക്ക് അന്ന് 2 ദിവസത്തെ അവധിയായിരുന്നു. അപ്പം അതിന് ഞങ്ങളതിപ്പം അങ്ങനെ വൈന്നവാടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് പോയാൽ വൈകുന്നേരം പോയാൽ പിറ്റേ ദിവസം വൈകുന്നേരം ഇങ്ങ് പോരാം. പിറ്റേ ദിവസം ഇല്ലെങ്കിൽ രാവിലെ ഇങ്ങ് പോരണം. അത്രേ ഉള്ളൂ. ഒത്തിരി ദിവസമൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് മക്കളെ കണ്ടിട്ട് കുറേ നാളായി. ബർത്ത്ഡേ കഴിഞ്ഞെങ്ങാണ്ട് പോയതാണ്. പിന്നെ അല്ല, ടോൺസി മമ്മിയുടെ മമ്മിയൊക്കെ ഇവിടെ വന്നിട്ട് പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടേ ഇല്ല. അപ്പോൾ രാത്രിയായി. ഞങ്ങൾ ഇടയ്ക്ക് പുറത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞാതെ വന്ന ആ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ മമ്മി പറയും നമ്മൾ വന്നതാണ്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കാറിനകത്തിരുന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അവന്മാർ കാറിനകത്ത് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാർട്ടൂൺ കാണിച്ചപ്പം ഒരിത്തിരി സമയം ഫോണിൽ കാണിച്ചപ്പം പിന്നെ അവരടങ്ങിയിരുന്നു. അല്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതല്ലേ, ഭയങ്കര അബുദാബി വരെ പോകണ്ടേ. അങ്ങനെ മക്കളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാത്രിയായപ്പോൾ നല്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും ട്രാഫിക്കൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. യാത്ര കുഴപ്പമില്ലായിരുന്നു രാത്രി. സനോപപ്പോലൊന്നും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് അവിടെ ശബ്ദം വേണ്ടാന്ന് വെച്ച് പിള്ളേർ കിടന്ന് ബഹളവും വഴക്കും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് കരച്ചിലും ഉണ്ട്. ഞങ്ങളിടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങി നിർത്തി. എന്നിട്ടും അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. മക്കളെ കൊണ്ടുള്ള പാടല്ലേ, അതുകൊണ്ട് അങ്ങനെ എടുത്തില്ല. വണ്ടിയിലിരുന്നു ഞങ്ങൾ വർത്തമാനം പറയുന്നത്. പിന്നെ പുറത്തെ കാഴ്ചകളും കുറച്ചൊക്കെ അങ്ങനെ എടുത്തു. അവന്മാർ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അവന്മാരങ്ങനെ ഉറങ്ങാതെ ഫോണൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പം മമ്മിയാണ് ക്യാമറ പിടിച്ച് എന്നാൽ മമ്മി എടുക്കാമെന്ന് വിചാരിച്ചു. മമ്മിയാണ് വീഡിയോ എല്ലാം എടുത്തത്. എല്ലാം എടുത്ത് സെറ്റാക്കി എനിക്ക് തരാനായിട്ട് താമസം വന്നു. അപ്പം അമ്മയ്ക്ക് ജോലിയും ഇപ്പോഴത്തെ കാര്യങ്ങളും പിള്ളേർക്ക് ഇപ്പം വയ്യാഴികയും ഒക്കെ കൊണ്ടാണ് പിന്നെയും താമസിച്ചു പോയത്. അതുകൊണ്ട് ടോൺസിനൊക്കെ ചോദിക്കുകയും ചെയ്തു. ടോൺസ് മമ്മിയുടെ ആങ്ങളെയൊക്കെ ചോദിക്കുകയും ചെയ്തത് ഞങ്ങൾ ഇവിടെ വന്ന വീഡിയോ ഇട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഓർത്ത് പാവം ഇട്ടേക്കാം. നമ്മളത് എടുത്തതാണ് ഞങ്ങളിത് ഇടാൻ. എന്നിട്ട് ഇടാൻ താമസിച്ച് പോയതിൽ അവരോട് സോറി. അവർക്ക് കാണാനായിട്ട് ആഗ്രഹം കാണും. അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ ഇന്ന് ഒന്ന് ഇട്ടേക്കാമെന്ന് കണ്ട്. അപ്പം പിന്നെ വേറെ നല്ല കാഴ്ചകളാണ്. രാത്രിയിൽ പോകുന്നതാണ്. കുറേയൊക്കെ വീഡിയോ എടുത്ത് കുറേയൊക്കെ ഞങ്ങൾ ഒത്തിരി ലോങ് വീഡിയോ, ഇടയ്ക്ക് വെളിയിലെ കാഴ്ചകളൊക്കെ കാണട്ടെ എന്നോർത്തു. അങ്ങനെ കാറിരുന്ന് അവൻ്റെ പപ്പ വർത്താനമൊക്കെ പറയുന്നുണ്ട്. എന്നാലും എങ്ങനെ അതും കൂടെ ഒക്കെ എങ്ങനെ വെക്കുന്നതെന്ന് ഓർത്തുകൊണ്ടാണ് പിന്നെ ഞാൻ ഓർത്തെന്നാൽ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചത്. എത്താറായി കാണും. അവിടെ ഒരു പാലമൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ സാൻ്റെ പപ്പ ഓരോ വഴിയൊക്കെ പറഞ്ഞൊക്കെ തരും. സാൻ്റെ പപ്പ ഇവിടെ ഇടയ്ക്ക് അബുദാബിയിൽ ജോലിക്ക് വർക്ക് ചെയ്യാൻ വരുന്നതാണ്. അവരുടെ സൈറ്റൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോകാനായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങളിവിടെ എത്തി കേട്ടോ. അബുദാബിയിലെത്തി. എൻ്റെ ടോൺസി മമ്മിയുടെ ആങ്ങള അവൻ ഭയങ്കര ബഹളം. നോക്കുട്ടൻ ചെന്നില്ല. അവന് പെട്ടെന്ന് ആരുടെയും അടിക്കാൻ അവൻ ചെല്ലത്തില്ല. അങ്ങനെ ടോൺസി മമ്മി പിന്നെ ആങ്ങളുടെ ഭാര്യ അങ്ങനെ ലൂക്കിനെ അങ്ങ് എടുത്ത്. ഞങ്ങളുടെ ഭാര്യ ഒരു ബ്ലസ്സി അബുദാബിയിലെ നേഴ്സാണ്. ടോൺസിനും അവിടെ ജോലിയാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ ഞങ്ങളെത്തി. എന്നെ കുറച്ച് അയ്യോ നമ്മുടെ കൊച്ചിനെ ഇറക്കിയില്ലെന്ന് പറഞ്ഞ് കുറച്ച് ഓളി. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞതാണ്. ലാസ്റ്റ് ഞാൻ ഇറങ്ങിയാൽ എന്നെ കുറേ കളിയാക്കി. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് അവന്മാർ കുറേ നേരം അവിടെ വാതിൽക്കൽ നിന്ന് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ലൂനോ എന്നിട്ടും ചെന്നില്ല. ലൂക്ക് പിന്നെ എല്ലാവരുടെ അടുക്കലും ചെല്ലും. നോഹ് കരച്ചിലായിരുന്നു. പിന്നെ എടുത്തില്ല. പിന്നെ ഞങ്ങളതൊന്ന് സാധനം എല്ലാം എടുക്കുമായിരുന്നു. എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക.
പിന്നെ സാൻ്റെ പപ്പ എല്ലാം ഞങ്ങളുടെ 2 ദിവസത്തെ ഡ്രസ്സൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞാനും കുറച്ചെടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ജോൺസൺ അതവരുടെ വീട്ടിലോട്ട് കയറുന്ന വീഡിയോ ആണ്. അങ്ങനെ അവിടെ പ്രവേശിച്ചു. ഞങ്ങൾ സ്റ്റെപ്പ് കയറണം. മേളിലത്തെ നിലയല്ല അവർ താമസിക്കുന്നത്. കൊള്ളാം, നല്ലതാണ്. നല്ല റൂമും നല്ല ഇതൊക്കെയാണ് ഇവിടെ. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതിപ്പോൾ ഇവന്മാർ പൊടിയായിരുന്നപ്പോഴാണ്, കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോഴാണ് പോകുന്നത്. കുറേ നാളായി അവിടെയൊക്കെ പോയിട്ട്. അതിന് ഇവർ കണ്ടിട്ട് കുറേ ആയെന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ബർത്ത്ഡേക്ക് വരാൻ പറ്റിയുമില്ല. എന്തോ അവർ നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അവരുടെ വീട്ടിൽ പ്രവേശിച്ചു. അങ്ങനെ ഞാനിങ്ങനെ അവരങ്ങനെ കുറച്ച് വീഡിയോ എടുത്തേക്കാന്ന് കണ്ട് അവിടെ നിൽക്കുന്ന അവർക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാറും പിന്നെ വേറെ എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കുട്ടൻ എന്നാലും വേണ്ടെന്ന് പറയും. നോക്കുട്ടൻ ചെല്ലുന്നില്ല. ലൂക്കിൻ്റെ ബ്ലസ്സി ആൻറ്റിയുടെ തന്നെ നോക്കുട്ടൻ്റെ ബ്ലസ്സി ആൻറ്റിയുടെ കയ്യിലിരിക്കുക. പിന്നെ ബ്ലസ്സി അങ്ങനെ അവർ പിന്നെ അതോരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ഓർത്തത് ഇതാണ് അവർ മക്കളാണ്. അവരും ട്വിൻസാണ്. അവന്മാർ വലുതായി, വലിയ പിള്ളേരായി, സ്കൂളിലൊക്കെ പഠിക്കുന്നു. അവർ നാട്ടിലാണ്. ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ തൽക്കാലത്തേക്ക് നാട്ടിലാണ് പഠിക്കുന്നത്. അങ്ങനെ വണ്ടികളൊക്കെ ഞങ്ങൾ നോക്കി. അവന്മാർക്ക് വാങ്ങിച്ചു വെച്ചത് അത് പിന്നെ ആ ഒരു കളിപ്പാട്ടവും 2 കളിപ്പാട്ടും. എന്നാലും ഇപ്പം നോക്കൂട്ടൻ വെച്ചോണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുൾസൈ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ബ്ലസ്സി മുട്ട വറുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കയറി. അങ്ങനെ ഞങ്ങൾക്ക് മുട്ട വറുത്ത് പ്ലേറ്റിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്മാർക്കും കൊടുക്കാൻ നമ്മൾക്കൊക്കെ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതുമൊക്കെ ജോലി കഴിഞ്ഞ് പാവം അവരും വന്നു കഴിഞ്ഞാണ് ഓരോന്നും എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ചെല്ലുമെന്ന് അറിയാം. ഒരു ദിവസത്തേക്കാണല്ലോ, പിന്നെ എന്നാ ചെയ്യും. ഞങ്ങളില്ല പിന്നെ ദിവസം പോവും, വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് അടിച്ച് ഞങ്ങൾക്ക് തന്നത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി. ടോൺസി മമ്മി മാറിയില്ല. ഞാനവിടെ നിന്ന് ഉടുപ്പൊക്കെ മാറി. പിന്നെ ഞാൻ അവന്മാരെ ആയിട്ട് അവിടെ നിന്നപ്പോൾ അവരപ്പം കാർട്ടൂണപ്പം സെറ്റ് ചെയ്ത് അവിടെ. അപ്പം കാർട്ടൂൺ കാണാനായിട്ട് നോക്കുട്ടൻ അങ്ങനെ അവിടെ അവിടുത്തെ അവന്മാരുടെ ചേട്ടന്മാരുടെ കസേരയിൽ, അവന്മാരിവിടെ ആയിരുന്നു, ഇവിടെ നിന്നാണ് പഠിച്ചത്. അപ്പം അതിലിരുന്ന് കാണുമായിരുന്നു. നോക്കുട്ടനിരുന്നു. അത് കഴിഞ്ഞ് ലൂക്കിൻ്റെ ഏറമ്പിക്ക് പോയിരുന്നു ടി വി കാണുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് ആ കസേര കയറി ഇരുന്ന് അവൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറും. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു അവിടെ. ഒരു ദിവസം കൊണ്ട് അവിടെ മറിച്ച് വെച്ചു ഇരുന്ന് ടി വി കാഴ്ച. അപ്പം ഞാൻ ഓർത്തെന്നാൽ അതങ്ങ് വീഡിയോ എടുക്കാം. ഏതായാലും അവന്മാരിരിക്കുന്നുണ്ടാവും, അതിരുന്ന് ചവിട്ടി തള്ളുക. പിന്നെ നോക്കുന്നുണ്ടോ? ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായി. അതാണ് അവൻ പിന്നെ നോക്കിയിട്ട്. ഇവന് കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നത്. മറ്റവൻ സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാനൊന്നും. അവന് ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും. അവനങ്ങനെ അങ്ങോട്ട് വലിയ താല്പര്യമില്ല. പിന്നെ അവൻ അവിടെ നിന്ന് അഴിമതികളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ബ്ലസ്സിയും കൂടെ ഏതാണ്ടെല്ലാം പറയുന്നുണ്ട്. ടോൺസി മമ്മി അവന്മാരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു വിധത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് എന്തൊക്കെയോ കാഴ്ചകൾ കാണിച്ച് ടോൺസൺ നോഹിനെ വളച്ചെടുത്ത് കഴിഞ്ഞ് വേണ്ട പതിയെ ചോദിച്ചിട്ട് പപ്പായ്ക്കൊരു ഉമ്മ തരുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ പതിയെ ഒരു ഉമ്മ കൊടുത്ത്. ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും കൊടുത്തു. ഇപ്പം ഇണങ്ങി അവൻ അങ്ങനെ പെട്ടെന്ന് ആരടിക്കലും അങ്ങനെ അടുക്കത്തില്ല. അങ്ങനെ അവൻ ഭയങ്കര സന്തോഷിച്ച്. പിന്നെ അങ്ങനെ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരാനായിട്ടൊക്കെ ഒരുങ്ങി. പിന്നെ ഇവർ നടക്കാനായിട്ട് പോയി നോക്കുട്ടനൊക്കെ ആയിട്ട്. അപ്പം ടോൺസി മമ്മിയും പോയായിരുന്നു, വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ട് പോയായിരുന്നു. അങ്ങനെ മമ്മി അപ്പോൾ ഇവരെ ആക്കാനായിട്ട് അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ താഴെ പോയതിൻ്റെ വീഡിയോ അവരെടുത്തായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഇതൊക്കെ മമ്മി എടുത്ത വീഡിയോ കേട്ടോ, എല്ലാം മമ്മിയാണ് എടുത്തത്. മമ്മി എടുത്തു. തിരിച്ചവർ വന്ന വഴിക്ക്
സാൻ്റെ പപ്പയാന്ന് തോന്നുന്നു എടുത്തിരിക്കുന്ന വീഡിയോ. അവൻ സ്റ്റെപ്പ് കയറുന്നതൊക്കെ ഇതെല്ലാം മമ്മി എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. എല്ലാം മമ്മിയാണ് എടുത്തത്. ഫുള്ളും മമ്മിയുടെ ഫോണിലെടുത്തതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെല്ലാം മമ്മിയാണ് എടുത്ത വീഡിയോ. ഇതെല്ലാം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. മമ്മിക്ക് പറയാനുള്ളൊരു സമയം ഇല്ല. ജോലിയാണ്. ജോലിക്ക് പോയിട്ട് വന്ന് പിന്നെ അതിൻ്റെ ക്ഷീണം അതൊക്കെ പാടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് പാവത്തിനെ കൊണ്ടൊന്ന് പറയുമോ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമായി ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടി കയറാനായിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ പപ്പ വർക്കിനോട് പോയി വണ്ടി എടുത്തുകൊണ്ട് വരണം. അങ്ങനെ ഞങ്ങൾ വണ്ടി നോക്കി വെയിറ്റ് ചെയ്യുകയാണ്. പപ്പ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ബ്ലസ്സിയുടെ കയ്യിൽ ലൂക്കുട്ടനിരിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കൊച്ചി ചെറുക്കനിരിക്കുന്നു. അപ്പം എടുത്തുകൊണ്ട് വന്നിട്ട് പപ്പ ഇതെല്ലാം മറിച്ച് വെള്ളമാണെന്നും പറഞ്ഞിട്ട് തുടയ്ക്കുക. ലൂക്കിന് ശകലം പോലും താല്പര്യമില്ല അവിടെ നിന്ന് വരാൻ. അപ്പം മമ്മി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഞാൻ എടുത്തുള്ളൂ. പിന്നെ അവിടെ പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് പോരുന്നതും പിന്നെ ഞങ്ങളൊന്നുമില്ല. പിന്നെയൊക്കെ വണ്ടിയിൽ ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് ഇവന്മാരുടെ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ ഇവന്മാർ വണ്ടിയിലിരിക്കുന്ന ക്ഷീണം കൊണ്ട് രാവിലെ അവിടുന്ന് ഒരുക്കി രാവിലെ കാപ്പുടി കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ഞങ്ങളങ്ങ് ചെല്ലണ്ടേ. അങ്ങനെ മക്കളെയും കൊണ്ട് പോകുന്നതല്ലേ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ പപ്പയ്ക്ക് ജോലി ഇവിടെ എന്തോ ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങ് രാവിലെ ഇറങ്ങി. നോക്കിട്ടെന്നെ ഇങ്ങനെ അതേ പിടിച്ചുകൊണ്ട് പുറകോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നുമില്ല. ലൂക്കിന് ഉറക്കം വരുന്നുണ്ടോ എന്ന് സംശയം. പിന്നെ ഇടയ്ക്ക് ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു, വീഡിയോ എടുത്ത്. എന്നാലും അവന്മാരും കയ്യിരിക്കുന്നതുകൊണ്ട് ഞാനാണ് ചെറുതായിട്ട് ഇവിടുത്തെ വീഡിയോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശകലമൊക്കെ ഞാനങ്ങ് എടുത്ത്. മമ്മി അപ്പം ലൂക്കിനെ പിടിച്ച് അവിടെ ഇരുന്നു. മമ്മിയെ ശല്യപ്പെടുത്തിയില്ല. പിന്നെ ഏതൊക്കെയോ സ്ഥലമൊക്കെയാണ്, എനിക്ക് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളിങ്ങ് എത്താറായി. ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ സാൻ്റെ പപ്പ പറഞ്ഞു തരുന്നുണ്ട് ഇന്ന സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ശബ്ദമൊക്കെ വയ്ക്കാൻ പോയാൽ ഭയങ്കര ഒച്ചയായിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന എന്തൊക്കെയാണെന്ന് കേൾക്കാനോ ഒന്നും പറ്റില്ല. എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം അബുദാബി പകല് ഞങ്ങൾ അങ്ങോട്ട് രാത്രിയിലല്ലേ പോയി. അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് ഞങ്ങൾ പകലല്ലേ പോകുന്നത്. അപ്പം കാഴ്ച കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എത്താറായി എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് മമ്മിയുടെ ഹോസ്പിറ്റലിൻ്റെ ഏതോ ഒരു സ്ഥലത്തൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. ടോൺസി മമ്മി ജോലി ചെയ്യുന്ന അവിടെ ഇങ്ങനെ ചുമ്മാതെ കറങ്ങി. അവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എല്ലാം ഒന്ന് കൊണ്ട് കാണിച്ച് അങ്ങനെ കറങ്ങി തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് കതക് തുറന്ന് ഞങ്ങൾ ടൂറ് കഴിഞ്ഞ് വന്നതാണ്. മമ്മി വായുവൊക്കെ പിടിച്ച് അവന്മാരെയും കൊണ്ട് അകത്ത് കയറിയതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു കുഞ്ഞുണ്ട്. ഇത് അപ്പുറത്ത് താമസിക്കുന്ന കൊച്ചുമോളാണ്. അപ്പം ആ കുഞ്ഞിനെ കൊണ്ട് ടോൺസി മമ്മി അകത്ത് കയറിയത്. അവനും ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇവന്മാർ കയറാൻ മടിയായിരുന്നു പെരയ്ക്കകത്ത്. എന്നിട്ട് ഇവന്മാർ അതൊക്കെ നിന്നു. അവന്മാർ കയറുന്നു പറഞ്ഞിട്ടൊന്നും കയറിയില്ല. അവിടുത്തെ ആ കൊച്ചൻ അവൻ നമ്മുടെ കൂടെ മമ്മിയുടെ കൂടെ പോന്നു. മമ്മി കൊണ്ടുവന്ന് അവനെ അകത്ത് സൈക്കിൾ കൊടുത്ത് അവിടെ ഇരുത്തി. അവൻ പാവം. അവനവിടെ വന്ന് അവിടെ ഇവന്മാരുടെ സൈക്കിളിൽ കയറി അവിടെ അങ്ങ് ഇരുന്നു. എന്നിട്ട് ഇവന്മാർ വരുന്നില്ല. ഇവന്മാർ ജന്മം ചെയ്ത് അവിടെ നിന്ന് അകത്തോട്ട് കയറുന്നില്ല. മറ്റുള്ള കൂട്ടുകാർ മക്കളെ കണ്ടപ്പം അവന്മാർ പതുക്കെ നിൽക്കുന്നതുകൊണ്ട് നോഹ ഇങ്ങോട്ട് വരത്തേയില്ല. എന്നിട്ട് ഞാൻ ബാബാന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവന്മാർ വെളിയിലങ്ങ് ഇറക്കി. കുറച്ച് നേരം നിന്നോട്ടേന്ന് ഓർത്ത്. അങ്ങനെ പിന്നെ ഞാനും ടോൺസി മമ്മിയും മക്കളും കൂടെ കുറച്ച് നേരം വെളിയിലിറങ്ങി. അങ്ങനെ അവനെ അങ്ങോട്ട് കൊണ്ടാക്കാനും പോയി. അങ്ങനെ തിരിച്ച് അവിടെ നിന്നപ്പം മമ്മി കുറച്ച് നേരം അവിടുത്തെ ആ ചേച്ചിയുമായിട്ടൊന്ന് വർത്താനം പറഞ്ഞു. ഞാനപ്പം ഇവന്മാർ സൈക്കിളിൽ ഓട്ടുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ഓടിക്കളിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവനെ തിരിച്ചു കൊണ്ടാക്കി. അപ്പം മമ്മി പറഞ്ഞ് ഞാനിവിടെ വന്ന് മമ്മി ഡ്രസ്സൊന്നും മാറിയില്ല. പിന്നെ ഇവന്മാരുമായിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങി നടക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണെന്ന് ആ ചേച്ചിയോട് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ആ ചേച്ചി അവനെയും കൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം. ലൂക്കാണെ വരത്തില്ല ഇവിടുന്ന് ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന്. അവന് വെളിയിലിറങ്ങിയ പിന്നെ നേരെ ത്രൂ അവൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോവും. ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിൽക്കും. ഇതാണ് ഞങ്ങളുടെ അബുദാബിയിലെ വീഡിയോയിലെ കാഴ്ച.